പിയേഴ്സൺ ഈ സതീശൻ ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. കാരണം എൻ്റെ അമീർ തന്നെ പറഞ്ഞു മതരാഷ്ട്രവാദം ഞങ്ങൾ ഉപേക്ഷിച്ചു, അതുകൊണ്ട് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെടുന്നതിൽ തെറ്റില്ല എന്നാണ് സതീശൻ ഈ ഫെബ്രുവരി 6-ാം തീയതി കാസർഗോഡ് പറഞ്ഞത്. സതീശൻ ഇത് ആദ്യമായിട്ടല്ല പറയുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് സതീശൻ ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നതാണ്. പക്ഷെ അന്ന് താമരശ്ശേരി രൂപത, പ്രത്യേകിച്ച് താമരശ്ശേരി രൂപതയുടെ കത്തോലിക്ക കോൺഗ്രസ് അതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ആ സമയത്ത് ബിഷപ്പിനെ പോയി സണ്ണി ജോസഫ് കണ്ടു, KPCC പ്രസിഡന്റ്. എന്നിട്ട് ബിഷപ്പിനെ ശാന്തനാക്കി. ജിഫ്രി തങ്ങളെയും സണ്ണി ജോസഫ് പോയിട്ട് അത്യാവശ്യം കൈകാര്യം ചെയ്തു. അപ്പം അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുവിധം കുഴപ്പമില്ലാതെ അങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോയി. എന്നിട്ട് ഇപ്പോഴും ഈ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത ഒരു സംഭവം നടന്നു. സമസ്തയുടെ EK സുന്നി വിഭാഗവും AP സുന്നി വിഭാഗമാണല്ലോ പ്രധാനമായിട്ടും. ഇതിൽ EK സുന്നി വിഭാഗത്തിൻ്റെ മുഖപത്രം സുപ്രഭാതത്തിൽ അതിൻ്റെ മേധാവി, അതിൻ്റെ CEO മുസ്തഫ മുണ്ടുപാറ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിനെ രൂക്ഷമായി വിമർശിക്കുന്ന ആ ലേഖനത്തിൽ പറയുകയാണ്, ഈ ഭരണം സ്വപ്നം കണ്ടുറങ്ങുന്നവർ ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. മുന്നണിയുടെ അരികുപറ്റി മതരാഷ്ട്രവാദം കുത്തിവയ്ക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമം. സുപ്രഭാതം ഇങ്ങനെ എഴുതുന്നു. സമസ്തയുടെ ഒരു കാസർഗോഡ് അവരുടെ ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ച പ്രമേയത്തിലും ഇതിനെ എതിർക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് സമൂഹത്തിൽ 1% പോലും പിന്തുണയില്ല. അപ്പോൾ എന്നിട്ടും കോൺഗ്രസ് ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നത് ശരിയല്ല. അപ്പോൾ ഒരു വലിയ മുസ്ലിം വിഭാഗം തന്നെ ഈ സതീശൻ്റെ ഈ പുതിയ മൊഹബത്തിനെ, ജമാഅത്തെ ഇസ്ലാമിയോടുള്ള സ്നേഹത്തിനെ എതിർക്കുന്നത് തിരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയാകുമോ? രണ്ട് രീതിയിൽ ഈ പ്രശ്നം തെരഞ്ഞെടുപ്പിൽ UDFനെ ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ അതിശക്തമായിട്ടുള്ള എതിർപ്പ് ജമാഅത്തെ ഇസ്ലാമിയോടുണ്ട്. അത് പ്രകടമാക്കുന്നതാണ് ഇപ്പോൾ രാമേന്ദ്രൻ വായിച്ച ആ സുപ്രഭാതത്തിലെ വാർത്ത എന്ന് പറയും ലേഖനം. വാർത്തയല്ല, ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നത് വളരെ കൃത്യമായിട്ട് സതീശൻ ഈ ജമാഅത്തെ ഇസ്ലാമിയെ സഹായിക്കുന്ന സമയത്ത് അതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശത്തെ സ്വീകരിക്കാമെന്നല്ല. ആ സന്ദേശം എന്ന് പറഞ്ഞാൽ ഒരു മതരാഷ്ട്രവാദമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അമീർ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിൽ തന്നെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു ഞങ്ങളത് മാറ്റിയിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. അത് മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ മാത്രമുള്ള ഒരു കഷ്ണമല്ലല്ലോ, അതൊരു ആഗോള സംഘടനയാണ്. അവൻ്റെ കാഴ്ചപ്പാട് അത് തന്നെയാണ്. നമ്മുടെ ഭരണഘടനയെ പോലും അംഗീകരിക്കാത്തതായ സമീപനം അല്ലേ, ജനാധിപത്യത്തിന് അംഗീകരിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ വിഷയം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ചുമലേറ്റുന്നത്, അല്ലെങ്കിൽ സതീശൻ ചുമലേറ്റെന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. രാമേന്ദ്രൻ്റെ വിശദാംശങ്ങൾ പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ വേറൊരു കാര്യം പറയാം. ഇതുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് വരാൻ പോകുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ CPM ഉദ്ദേശിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. CPM നേരത്തെ നമ്മൾ ബാലനൊക്കെ പറഞ്ഞ കാര്യം കേട്ടാണല്ലോ അല്ലേ, UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്തുകാരനായിരിക്കും എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജമാഅത്തായിരിക്കും നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് അപകടകരമാണ് എന്ന് തോന്നുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട് ശരിക്കും. പക്ഷേ സതീശനും അതേപോലെ തന്നെ സതീശനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ലോബി അതിനെയൊക്കെ തമസ്കരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്തായിരിക്കും കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സ് അതിനകത്ത്? അതായത് ഇതിൻ്റെ അകത്തെ ഈ സതീശൻ പറയുന്നത് ഈ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണല്ലോ സതീശൻ അവകാശപ്പെടുന്നത്. ഈ തക്കിയ എന്ന് പറയുമല്ലോ, തക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയേഴ്സൺ എന്ന് പേര് മാറ്റിയിട്ട് അബൂബക്കർ മതരാഷ്ട്രവാദം പറയുന്നതാണ് ഈ തക്കിയ എന്ന് പറയുന്നത്. സൂത്രപ്പണി, അടവ് നയം എന്ന് പറയാം. ആ അടവ് നയത്തിന്റെ ഭാഗം മാത്രമാണ് ഈ ഇവര് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്. ഇപ്പൊ പ്രബോധനം
എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസിദ്ധീകരണത്തിൽ സയ്യിദ് ഹാമിദ് ഹുസൈൻ എഴുതിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി വളർച്ചയുടെ ആദ്യ പടവുകൾ എന്ന് പറഞ്ഞ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രാരംഭ ലക്ഷ്യമായ ഹുക്കൂമത്ത് ഇലാഹി സംബന്ധിച്ച്, ഹുക്കൂമത്ത് ഇലാഹി എന്ന് പറഞ്ഞാലാണ് ഈ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത്. അതിന്റെ പ്രയോഗം ഹുക്കൂമത്ത് ഇസ്ലാമി എന്നാണ്, ഇസ്ലാമിക ഭരണം. പ്രാരംഭ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭരണഘടനയിൽ നമ്മുടെ ലക്ഷ്യം ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറഞ്ഞിരുന്നവര്. പ്രാരംഭ ലക്ഷ്യമായ ഹുക്കൂമത്തെ ഇലാഹി സംബന്ധിച്ച് പല വൃത്തങ്ങളിലും തെറ്റിദ്ധാരണയുണ്ടായി. അതിനാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ അതിനു പകരം ഇക്കാമത്തെ ദീൻ എന്ന് നമ്മൾ തിരുത്തി. അത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഭരണം. രണ്ടും തമ്മിൽ വല്ല വ്യത്യാസമില്ല. ഭരണഘടനയില് പ്രയോഗം മാറ്റി എന്നല്ലേ ഉള്ളൂ, വാക്ക് മാറ്റി. സംഭവം ശരി തന്നെ. അതായത് ഈ പറഞ്ഞ പോലെ ഹുക്കൂമത്തെ ഇലാഹി എന്നുള്ളത് ഇക്കാമത്തെ ദീൻ എന്ന് മാറ്റി. പഴയ അത്തറ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ മൗദൂദി ആണല്ലോ ഇത് സ്ഥാപിച്ചത് 1941. മൗലാന മൗദൂദി ഗുത്തുബാത്തില് പേജ് 140 അങ്ങേര് പറയുക, ജനാധിപത്യം നടപ്പിൽ വരുത്താനായി സമരം ചെയ്യുന്ന കപടവിശ്വാസികളെ കുറിച്ച് ഞാൻ എന്തു പറയാനാണ്? ജനാധിപത്യത്തിന്റെ സ്ഥിതി അതിനകത്ത് ഞാൻ എന്തു പറയാനാണ്? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ശിർക്ക് ആണ് എന്ന് പറഞ്ഞാൽ കൊടിയ പാപം. ജനാധിപത്യം ശിർക്ക് ആണ്, പൊറുക്കാൻ കഴിയാത്ത പാപം. ഈ വിഭജന കാലത്ത് തന്നെ സെക്കുലറിസത്തിനെ തള്ളിക്കളഞ്ഞ ആളാണ് മൗദൂദി. മതേതരത്വത്തിനെയും ഇതിനെയും. കശ്മീരിലൊക്കെ യൂസുഫ് തരിഗാമിയില്ലേ, CPM സ്ഥാനാർത്ഥി, എല്ലാ കാലത്തും പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നതാണ്. 10-40 കൊല്ലം CPM-ന്റെ കൂടെയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. അടുത്ത കാലത്താണ് ഈ മുത്തലാഖ് ചൊല്ലി സതീശന്റെ കൂടെ വന്നിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഭരണഘടനയിൽ നിന്ന് വേറെ ചില സംഗതികളും കുഴപ്പം പിടിച്ചാണെന്ന് തോന്നിയിട്ട് നീക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പുറകിൽ ഇതൊക്കെ നിൽക്കും രഹസ്യ അജണ്ട. ഉദാഹരണത്തിന് കോടതികൾ അനിസ്ലാമികം, അതിന്റെ ഈ മുഖാവരണം ഒന്ന് മാറ്റും, എന്നിട്ട് ഇങ്ങനെ അവതരിപ്പിക്കും. അതെ, അതാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതാണ് കോടതികൾ അനിസ്ലാമികം എന്ന് ആദ്യത്തെ ഭരണഘടനയിൽ പറയുന്നത്. അത് മാറ്റി സർക്കാർ ജോലി നമ്മൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിരുന്നത് മാറ്റി. പിന്നെ മത്സരിക്കേണ്ടതില്ല തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് മാറ്റി. അത് മാറ്റിയിട്ടാണല്ലോ വെൽഫെയർ പാർട്ടി രൂപീകരിച്ചത് ഇവര്. അപ്പോൾ 8ാം ഖണ്ഡികയിലെ 6ാം നിർദ്ദേശം അതാണ് ഈ മാറ്റിയത്. 9-ലെ 7ാം ഖണ്ഡികയാണ് അനിസ്ലാമികം എന്ന് പറഞ്ഞത് കോടതി, അതാണ് മാറ്റിയത്. അത് ഒക്കെ ഭേദഗതി ചെയ്താണ് 2011 വെൽഫെയർ പാർട്ടി രൂപീകരിച്ചത്. അപ്പൊ അധികാരത്തിലേക്ക് കയറണമെന്ന് തോന്നിയപ്പോൾ ഇത്തരം ഭരണഘടനയിലെ ഈ തൊലിപ്പുറത്തെ മാറ്റങ്ങൾ ഉണ്ടായി. ഇതാണ് സതീശൻ എന്തോ വലിയ കാര്യമായിട്ട് കൊട്ടിഘോഷിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം എന്നുള്ളൊരു സംഗതി അവർ മാറ്റി വെച്ചിട്ടേ ഇല്ല. ഇതാണ് ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് ഈ സതീശൻ പറഞ്ഞല്ലോ, മതരാഷ്ട്രവാദം മാറ്റിയെന്ന് അമീർ പറഞ്ഞു എന്ന്. അതിന് തൊട്ട് പിന്നാലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് എന്താണെന്നറിയാമോ ഫേസ്ബുക്കിൽ എഴുതിയത്? പ്രവാചകനാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ സ്ഥാപകൻ. ചോര ചിന്താതെയാണ് അദ്ദേഹം അത് സ്ഥാപിച്ചത്. നമുക്കറിയാമല്ലോ ചരിത്രം. ബഹുസ്വരത ആണ് അതിൻ്റെ മുഖമുദ്ര, ഉറപ്പാണല്ലോ. അപ്പോൾ 15% മാത്രം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന കാലത്താണ് ഈ റിപ്പബ്ലിക് സ്ഥാപനം നടന്നത്. ഉമറുൽ ഫാറൂഖിൻ്റെ ഭരണകാലത്ത് ഇങ്ങനെയാണ് നടന്നത്. അപ്പോൾ 15% വെച്ച് നമുക്ക് ഭരണം ഉണ്ടാക്കാമെന്ന് ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുകയാണെങ്കിൽ ഈ സതീശനിൽ നിന്ന് കിട്ടുന്ന പിന്തുണ കൊണ്ടും അധികാരത്തിൽ സ്വാധീനം ചെലുത്താം എന്നല്ലേ ഷൈഖ് മുഹമ്മദ് പറഞ്ഞതിന്റെ 15% അത്തരത്തിൽ ഒന്ന് സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ 1% മുസ്ലിം പിന്തുണയേ ഉള്ളൂ ജമാഅത്തെ ഇസ്ലാമിക്കെങ്കിലും ഞങ്ങൾ
സതീശനെ നിയന്ത്രിച്ചോളാം എന്നുള്ള അഹങ്കാരമല്ലേ ഇത്? അതാണ്. അതെന്താണ് ഇപ്പോൾ മറ്റ് മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വരാത്തെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ വരെയിരിക്കും. അവരിങ്ങനെ സമയം കാത്തിരിക്കായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും വളരെ അപകടകരമായ ഒരു നിലപാടിലേക്ക് ഈ കാര്യങ്ങൾ കോൺഗ്രസിനെ കൊണ്ടുവന്നെത്തി. കോൺഗ്രസ് ചുമക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന് അതൊന്നുമില്ലാതെയും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാം. മുമ്പ് കെ മുരളീധരൻ എപ്പോഴും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ പിന്തുണ മേടിക്കാറുണ്ടല്ലോ. വട്ടിയൂർക്കാവില് മറ്റേ പിന്തുണ 2016 വട്ടിയൂർക്കാവില് ജമാഅത്തെ ഇസ്ലാമി എന്നെ പിന്തുണച്ചിട്ടുണ്ടെന്ന് മുരളീധരൻ നേരത്തെ പറഞ്ഞതാണ്. ജമാഅത്തെ ഇസ്ലാമി 2019 മറ്റേ കോൺഗ്രസിനെ പിന്തുണച്ചു എന്നും മുരളീധരൻ പറഞ്ഞപ്പോൾ അന്ന് ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞ ആളാണ് സതീശൻ. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഒന്നും 4-5 മണ്ഡലത്തിലൊക്കെ സഹായിച്ചിട്ടുണ്ടാവും, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ ആളാണ് സതീശൻ. ഇപ്പോൾ പ്ലേറ്റ് മാറ്റി നിൽക്കുന്നത്. സതീശൻ്റെ അനുയായികൾ പറയുന്നത് സതീശൻ നിലപാടുകളുടെ രാജകുമാരനാണെന്നാണ്. എന്താണ് ഇക്കാര്യത്തിലുള്ള നിലപാട്? വളരെ അപകടം പിടിച്ച നിലപാടാണ് ശരിക്കും പറഞ്ഞാൽ. കുറച്ച് മാറ്റിയ നന്നായിരുന്നു ആ വാചകം. നിലപാടുകളുടെ സുൽത്താനാണെന്നോ ഖലീഫയാണെന്നോ പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് പഴക്കാൻ പറ്റും. അതാണ് ചെയ്യേണ്ടത്. അതായത് മുദ്രാവാക്യത്തിന് ചെറിയ മാറ്റം. അതെ അല്ലേ? ഈ തക്കിയ ജമാഅത്തെ ഇസ്ലാമി ചെയ്തത് തന്നെ അങ്ങ് മാറ്റുക. നിലപാടുകളുടെ ഖലീഫ, അതാണ് സതീശന് വന്നിട്ടുള്ള മാറ്റം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആകണം എന്നുള്ള ആഗ്രഹം വരുമല്ലോ. അപ്പൊ മാഡത്തിന്റെ അടുത്ത് മുസ്ലിം ലീഗും കൂടി സമ്മതിക്കണ്ടേ? അത് വേണം. അല്ല, അതാണ് ബേസിക് ആയിട്ടുള്ള ഈ മാറ്റത്തിന്റെ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ വേറെ അതിനകത്ത് എന്തെങ്കിലും കാഴ്ചപ്പാടില് പ്രശ്നമുള്ളതുകൊണ്ട്. കാരണം മുസ്ലിം ലീഗിലെ പ്രമാണിമാർക്കൊക്കെ സലഫി മുജാഹിദ് ബന്ധങ്ങളൊക്കെ ഉണ്ട്, ഏറ്റവും മുകളിലിരിക്കുന്ന പലർക്കും. ജമാഅത്തെ ഇസ്ലാമിലേക്ക് ഒരു പാലമുണ്ട് ലീഗിൽ നിന്നേ. അപ്പൊ ലീഗും കൂടി നിൽക്കണ്ട. ലീഗിന്റെ സമ്മതവും ലീഗിന്റെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഓമനപുത്രനുമായി മാറുന്നതിന് വേണ്ടി മാത്രം ചെയ്ത ഒരു മാറ്റമായിട്ട് നമുക്ക് അതിനെ കണക്കാക്കേണ്ടതുള്ളൂ. അതാണ് അതിന്റെ രീതിയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. അതല്ലാണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരോടുള്ള ഒരു പ്രേമം കൊണ്ട് സംഭവിച്ചതല്ല. മുസ്ലിം ലീഗ് എങ്ങനെ ഞങ്ങളുടെ മുഖ്യമന്ത്രി സതീശനാണ് എന്ന് പറയാൻ എന്ത് ചെയ്യണം എന്ന് തോന്നിയപ്പോൾ ചെയ്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോ ഖലീഫ സതീശൻ ബോലോ തക്ബീർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.